മാമച്ചി ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ചെയ്തു. അടിപൊളി ഇതിൽ കൂടുതൽ ട്രിപ്പ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ട്. അതേപോലത്തെ ഒരു എൻജോയും നല്ല കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതേപോലത്തെ ട്രിപ്പുകൾ നിങ്ങളെപ്പോലെ ആളുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. താല്പര്യം ഇതാണ്. അതെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഈ ട്രിപ്പ് സെറ്റ് ചെയ്ത കൊച്ചാപ്പിന് വേണ്ടി ഒരു ടാങ്ക് കൊടുത്തല്ല, ടാങ്ക് അല്ല, അവന് സ്വർണ്ണമാല വേണം. എന്റെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും ഒരു സ്വർണ്ണമാല ഞാൻ അണിയിക്കും പോലെ ഒരു പൊന്നാടെയെങ്കിലും അണിയിക്കും. കൊടുക്കും ഉറപ്പായിട്ട്. ഒരു പൊന്നാടെങ്കിലും അണിയിച്ചിരിക്കും. അത് കൊടുത്തിരിക്കും, ഉറപ്പാണ്. മെയിനായിട്ട് ഇതാണ് ആവശ്യം. സൈക്കിൾ എടുക്കാനായിട്ട് സൈക്കിളിൽ അങ്ങ് വരുമല്ലോ അല്ലേ? അതില് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം. ഞാൻ എത്തും എന്നുള്ള ഉറപ്പാണ്. നമ്മുടെ ഭൂമിയാണ്, വെളി വിട്ടൊന്നും പോയിട്ടില്ല. നമ്മുടെ 17, 18, 20 പേരിൽ മുമ്പിൽ ഞാൻ വിജയിക്കണമെങ്കിൽ സൈക്കിൾ വേണമെങ്കിലും എത്തുന്നുള്ള ഉറപ്പ് ചങ്കുട്ട എനിക്കിപ്പോഴും ഉണ്ട്. അതിലൊരു മാറ്റവും ഇല്ല. നടന്നാണെങ്കിലും വരും. ഈ കിളവന്മാർക്ക് അവരെ വിട്, അവര് പാവങ്ങളാണ്. ഞാനെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാൻ നല്ലൊരു ചെറുപ്പക്കാരനാണ്. 63 വയസ്സായ നല്ലൊരു ചെറുപ്പക്കാരനാണ്. ഒരു കാര്യമുണ്ട്, ഈ ആനയ ഏത് കല്ലിൽ അടിച്ചാലും വളയില്ല. അതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ. കരിയിലടിച്ചാൽ പോലും വളയില്ല. കണ്ടടാ, ഈ പ്രായത്തിനെ കണ്ട പുള്ളി സൈക്കിൾ വിട്ടാണ് വന്നത് ഇവിടെ. പുള്ളിയുടെ മനസ്സിൽ നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. അത് പറയാം. പോകാൻ ആഗ്രഹിക്കുന്നത് പട്ടായ മാമ, അടുത്ത മാമന്റെ ആകെ പട്ടായയിൽ എന്തിനാ പോണേ? പട്ടായിലല്ല, എവിടെ പോയാലും കുട്ടിയെ കൊടുക്കാനുള്ള ഇങ്ങനെയൊക്കെ കറങ്ങാനുള്ള താല്പര്യങ്ങൾ ഒരുപാടുണ്ട്. 63 വയസ്സായി. കാണാം. പഴയ വീട് ശ്രീകാര്യം. പുതിയ വീട് വാഗമണ്. ചെറിയ കുഴപ്പമുണ്ടോ? നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കും. പക്ഷെ വേറെ കാര്യം ഞാൻ പറയട്ടെ, ഈ ഇത് എക്സലന്റ് ഗ്രൂപ്പിന്റെ മുതലാളിയായ നിന്റെ അടുത്ത് മുതലാളിക്ക് വേറൊരു കാര്യമുണ്ട്. മാമ ഒരുവന്റെ സ്വർണം മേടിച്ചിരാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ട്രിപ്പ് സെറ്റ് ചെയ്തേല്.